തിരുവനന്തപുരത്ത് അല്ല നമ്മുടെ കേരളത്തിൽ ഇത്രയും വിജയ് ഫാൻസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഒരു മനുഷ്യൻ വിശ്വസിക്കത്തില്ല. ഞാനിതൊന്ന് പറഞ്ഞോട്ടടേ. സോറി കേട്ടോ, ഒന്നുകൂടെ പറയാം. ഈ തിരുവനന്തപുരത്ത് ഇത്രയും വിജയ് ഫാൻസ് ഉണ്ടെന്ന് പറഞ്ഞാണ്ടല്ലോ ഒരു മനുഷ്യൻ വിശ്വസിക്കത്തില്ല. പക്ഷേ ഉണ്ട്. ഈ വിജയ്ക്ക് വേണ്ടിയിട്ടുണ്ടല്ലോ ചാവാൻ വരെ തയ്യാറായിട്ടുള്ള ഒരു സെറ്റ് പിള്ളേര് തന്നെ ഉണ്ടെന്ന്. അതിൽ എനിക്കറിയാവുന്ന കുറച്ച് പിള്ളേരുണ്ട്. ജെന്നി വിജയുടെ ഒരു ആരാധികയാണ്. എന്തെങ്കിലും വിജയനെ ഒന്ന് നേരിട്ട് കാണണം, കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കണം, പറ്റിയ കൂടെ ഒന്ന് അഭിനയിക്കണം. ഇത്തരം ലൈറ്റ് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ആഗ്രഹങ്ങളാണ് ജെന്നിക്കുള്ളത്. ഈ 2ാം ക്ലാസ്സുകാരി എങ്ങനെ വിജയ് ഫാനായി എന്ന് ചോദിച്ചാൽ ജെന്നി ഇഷ്ടപ്പെടുന്നവരും ജെന്നിയെ ഇഷ്ടപ്പെടുന്നവരുമെല്ലാം വിജയ് ഫാൻസാണ്. അതിലൊരു ഫാനാണ് അവളുടെ അപ്പ ലവ് ടുഡേ. നമസ്കാരം, ഞാൻ ലവ് ടുഡേ ഗണേശൻ, വിജയണ്ണൻ്റെ കട്ട ഫാനാണ്. നമ്മുടെ ഷാജഹാൻ സിനിമ ഇറങ്ങിയ സമയത്ത് ലവ് ചിഹ്നത്തിലെ വലിയൊരു വിജയണ്ണൻ്റെ കട്ടൗട്ട് ഞാൻ ഇവിടെ തിയേറ്ററിനോടെ കൊണ്ടുവച്ചു. അതിനുശേഷമാണ് ഈ ഫാൻസുകാർക്കിടയിൽ എനിക്ക് കുറച്ച് വിലയൊക്കെ വന്നു തുടങ്ങിയത്. അങ്ങനെ അവരുടെ പേരാണ് ലവ് ടുഡേ ഗണേശൻ. ഒരു മിനിറ്റ്, വെള്ളം നിറഞ്ഞു. ഒരു മിനിറ്റ്. ഒരു സെക്കൻഡ് പിടി അങ്ങോട്ട്, ഇത് പിടി. അവിടെ നമുക്ക് പരിചയപ്പെടുത്തിട്ട്, ഇതെൻ്റെ ഭാര്യ ജയമോള്, ഹൗസ് വൈഫാണ്. ആ, നീ ഇതുകൊണ്ട് അകത്തുണ്ട്. ഞാനൊക്കെ നമ്മളെ കുടുംബക്കാരെ സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കട്ടൻ ചെയ്യരുത്. ആ, ഹാരം. അപ്പോൾ ഗുഷി സിനിമയിലെ ജ്യോതി ചേച്ചിയുടെ പേരാണ് നമ്മുടെ സ്വന്തം മോക്കിട്ടിരിക്കുന്നത്, ജെനിഫർ. അപ്പം ഞാൻ പറഞ്ഞു ഏകദേശം മനസ്സിലാക്കണമല്ലോ വിജയനും ഞാൻ നമ്മുടെ ബന്ധം എന്താണെന്ന് മനസ്സിലാക്കണമല്ലോ. അപ്പോൾ വിജയ് സാറിൻ്റെ ചങ്കാണ് ബിജു. സോറി, സർനെയിം മിസ്സായി. ഹനുമാൻ ബിജു. ഈ കഠിന പ്രയത്നങ്ങളെല്ലാം ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്, വിജയുടെ ബോഡി ഗാർഡാകുക. ഇളയ തളപതി വിജയനഗർ രസികർ മണ്ഡലത്തിൽ വിജയണ്ണനുമായിട്ട് ഫോട്ടോഷൂട്ട് കിട്ടിയിട്ടുള്ളത് എനിക്ക് മാത്രമാണ്. ഈ ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? വിജയണ്ണനുമായി ഒറ്റയ്ക്ക് നിന്ന് ഫോട്ടോ എടുക്കുന്നത് ഞങ്ങൾ ഫാൻസ് ഫോട്ടോഷൂട്ട് എന്നാണ് പറയുന്നത്. ആ ഫോട്ടോഷൂട്ട് ഒരു സംഭവമായിരുന്നു. വിജയണ്ണന്റെ ബോഡി ഗാർഡുമാരും നമ്മളെ വിജയണ്ണന്റെ അടുത്തേക്ക് ഇങ്ങനെ എറിയോ? ആ, എറിയും. അപ്പം നമ്മൾ എങ്ങനെ പോയി വീഴുന്നോ അങ്ങനത്തെ ഫോട്ടോയെ കിട്ടത്തുള്ളൂ. എൻ്റെ ഫോട്ടോ ദാ ഇങ്ങനെയായിപ്പോയി. പക്ഷെ വിജയണ്ണനെ ഒരു 15 സെക്കൻഡ് ഇങ്ങനെ അടുത്ത് കാണാൻ പറ്റി. എൻ്റെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു പോയി. പക്ഷെ ആ ഫോട്ടോ പോയി. ദൈവമേ, വിജയണ്ണനെ പോലെ ആരോഗ്യം സൗന്ദര്യം പൊക്കം എനിക്ക് തരണേ കൃഷ്ണ, രക്ഷിക്കണേ. ചിട്ടി പൈസ എന്തോ ഇതടാ അമ്മ പിന്നെ കിടന്നുരുളാത്ത കാര്യം പറ ബിജു. ചെന്നൈ പോയമ്മ. എന്താത്തന്? വിജയണ്ണനായിട്ട് ഫോട്ടോ എടുക്കാൻ. അമ്മ കണ്ടോ, ഞാൻ വിജയണ്ണനായിട്ട് നല്ല കളർ ഫോട്ടോ എടുത്തത്. നല്ല അടിപൊളി ഫോട്ടോ. പൈസ കൊണ്ടുപോയി നശിപ്പിച്ചിട്ട് അവന്റെ ഒരു. എന്നിട്ട് അമ്മ അമ്മയല്ലേ, അമ്മയായതുകൊണ്ട് ഞാൻ കൊന്നില്ല. ഇപ്പൊ എല്ലാരും എന്നോട് പറയുന്നത് ആ ഫോട്ടോ ഒരു ഫോട്ടോഷോപ്പാണെന്ന. എങ്ങനെയെങ്കിലും വിജയണ്ണന്റെ കൂടെ മര്യാദയ്ക്കൊരു ഫോട്ടോ എടുക്കണം, എന്നിട്ട് ബോഡി ഗാർഡാണോ. അതാണ് എന്റെ സ്വപ്നം. വണക്കം നண்பர்களே. കേരളത്തിൽ വിജയ് സാറിന് ഒരൊറ്റ ഫാൻസ് യൂണിറ്റ് മതി. അത് ഭീമാപ്പള്ളി ഗില്ലി യൂണിറ്റ്. അതിന്റെ തലപ്പത്ത് ഈ ഭീമാപ്പള്ളി നൗഷാദ്. ഇളയ തലപതി വിജയനഗർ യൂണിറ്റ് 10 ഫ്ലക്സ് അടിച്ചാൽ നൗഷാദ് 20 ഫ്ലക്സ് അടിക്കും. അവന്മാർ എന്തൊക്കെ ചെയ്യുന്നു അതിന്റെ ഡബിൾ നമ്മൾ ഭീമാപ്പള്ളി ഗില്ലി യൂണിറ്റ് ചെയ്തിരിക്കണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കേരളത്തിലെ ഫാൻസുകാർക്കിടയിൽ വിജയ് സാർ ഹൃദയം കൊണ്ട് അടുത്ത് ചേർത്ത് നിർത്തിയിരിക്കുന്നത് നൗഷാദിനെയാണ്. നേരിട്ട് കണ്ടാൽ ഏ നൗഷാദ് എന്ന് വിളിച്ച് തോളിലിട്ട് തട്ടുതട്ടി റൊമ്പ നാളാച്ച് എപ്പടി ഇരിക്കീങ്ക തമ്പി എന്ന് ചോദിക്കുന്നു നൗഷാദിനോടാണ്. അറിയാം, നിങ്ങൾക്കറിയാമെങ്കിലും നൗഷാദ് അത് പറയും. ക്രയോജനിക് സാങ്കേതിക വിദ്യയിലെ വിദഗ്ധനും ISROയിലെ മുതിർന്ന ശാസ്ത്രജ്ഞനുമായ പ്രൊഫസർ സീതാരാമൻ ഇന്ന് സർവീസിൽ നിന്നും വിരമിക്കുകയാണ്. ഇദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ലൈവ് ചേരുകയാണ്. വളരെ തിരക്ക് പിടിച്ച ഔദ്യോഗിക ജീവിതമായിരുന്നു സാറിൻ്റെത്. ഇപ്പോൾ റിട്ടയർ ചെയ്തു. ഇനി എന്താണ് സാറിന്റെ പ്ലാൻ? 40 വർഷത്തോളം ഞാൻ ISROയിൽ സേവനമനുഷ്ഠിച്ചു. ക്രയോജനിക് മേധാവിയായി ഇപ്പോൾ റിട്ടയർ ചെയ്തു. ഇനി ഒരു പുതിയ ചുമതല ഏറ്റെടുക്കാൻ പോവുകയാണ്. എവിടെ അവൻ? ആ, വിജു.
എക്സ്ക്യൂസ് മീ, ബോഡി ഗാർഡ് ബിജു. ഇവൻ ബിജു, ഹനുമാൻ ബിജു. ഇവന്റെ റിക്വസ്റ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ഇളയ ദളപതി വിജയനഗർ യൂണിറ്റിന്റെ പ്രസിഡന്റായി ഞാൻ ചാർജ് എടുക്കുകയാണ്. പിന്നെ റിട്ടയർമെന്റ് എന്ന ഡേറ്റ് ഓഫ് ബർത്തിലല്ലേ? ഇങ്ങേ ഇരിക്ക്. അതാണ്. ഇവരെല്ലാം വിജയ് ആരാധകരാണ്. പക്ഷേ ഒരു കടുത്ത ആരാധകരുണ്ട്. வந்திருக்கிற இடம் சூப்பர், பட்டு கலப்பலாம். நீ அடிச்சா பீஸ், நான் அடிச்சா மாஸ். അതെ, ഈ പടം ഇറങ്ങിയിട്ട് 10 വർഷമായി. ഇപ്പോഴും അവന്മാരുടെ ആവേശം കണ്ടു. വട്ട് അല്ലാതെ എന്തോ പറയാനല്ലേ. ഇടി വാങ്ങിക്കും. பக்கத்துல கிளறின்னு ஒரு பொண்ணு இருக்கு. கிளறியா? கௌரியத்தான் கிளறிங்க. அழகா இருந்தா லவ் பண்ணிருவியா? നൗഷാദ് നൗഷാദ് நீ ஒரு பேமானின்றத உனக்கு தெரியாதா? ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാ. தம்பி കേരളത്തിലെ വിജയ് സാറിന്റെ ഏറ്റവും വലിയ ഫാനായ നൌഷാദിന്റെ ഊത്ത് നിർത്താൻ മാത്രം വളർന്നോടാ നീ പോക്രി സൈമ. നൌഷാദ് കിட்ட ഒരു വാട്ടി വാങ്ങിട്ടേനാ ഇങ്ങ ഇല്ല இந்த ജില്ലാവില இருக்க மாட்டா. ഇക്ക തടഞ്ഞല്ല, ഈ സാധനം ഊതി ആകെ അലമ്പാണ്. യവന്മാരിവിടെ അലമ്പുണ്ടാക്കുകയാണ്. നോക്കാം. ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാനുണ്ടല്ലോ. എന്റെ സ്വഭാവം അറിയാലോ. ഡിയർ ഫാൻസ്, നമുക്ക് പോക്കിരുടെ 10ാം വർഷം എല്ലാവർക്കും ചെന്ന് അടിച്ചു പൊളിക്കണം. அடடா அடிங்கடா தப்பு தகில் தாளம் அடி அழகா வருநடா தமிழ் ரசா. இளைய தளபதி இரம்பிடும் திரையடி இதயம் கவர்ந்தித வருന്ന கண்டா. இவன் சிரிச்சா திருமலையில குருவி, மிழி துரிச்சா பிறவிறக்கண எதிரி. இவன் இடிச்சா பொடி பொடியன மதுரை, இவன் அடிச்சா பெட பெடக்கண சரவெடி சரவெடி. வந்தாச்சு போக்கிரி பொங்கல், நீ விளையாடு போக்கிரி சைமா. என்னும் சங்கு கொடுக்கும் ஃபேன் நீ தாண்டா போக்கிரி சைமா. അണ്ണനൊന്ന് വന്നു നിന്ന അമ്പരക്കണ മാസ്. അണ്ണനൊന്ന് വന്നു നിന്ന അമ്പരക്കണ മാസ്. മിഴികളിലും മൊഴികളിലും കനലുദിക്കണ പഞ്ച്. എന്നാലും നമ്മളൊക്കെയും ആ നടപ്പിന്റെ ഫാൻസ്. എന്നേലും ഒത്തു കിട്ടണം സെൽഫിക്കുള്ള ഒരു ചാൻസ്. മനമൊന്ന് ജനനന്മ വിജയെന്നൊരു മന്ത്രം അതെപ്പോഴും എപ്പോഴും ഞങ്ങളുടെ നെഞ്ചിലടാ. വந்தாச்சு போக்கிரி பொங்கல், நீ விளையாடு போக்கிரி சைமா. என்னும் சங்கு கொடுக்கும் ஃபேன் நீ தாண்டா போக்கிரி சைமா. அடடா அடிங்கடா தப்பு தகில் தாளமடி அழகா வருநடா தமிழ் ரசா.
ഇളയ തളപതി ഇരമ്പിടും തിറയടി ഇതയം കവർന്നിത വരുന്ന കണ്ട ഇവൻ ചിരിച്ച തിരുമലയിലെ കുരുവി മിഴിത്തുറിച്ച വിറ വിറക്കണ എതിരി ഇവൻ ഇടിച്ച പൊടി പൊടിയണ മധുരൈ ഇവൻ അടിച്ച പെട പെടക്കണ സറബെടി വந்தாச்சு போக்கிரி பொங்கல் நீ விளையாடு போக்கிரி சைமா என்னென்னும் சங்கு கொடுக்கும் ஃபேன் நீ தாண்டா போக்கிரி சைமா வந்தாச்சு போக்கிரி பொங்கல் நீ விளையாடு போக்கிரி சைமா എന്തോടാ അവിടെ സാർ ഇത് ആരാ ഇവന്മാര് വിജയ് ഫാൻസ് ഇവിടെ വിജയ് ഫാൻസിന്റെ കേന്ദ്രം നീ ആ എസ് ഐ സത്യനെ ഒന്ന് വിളിച്ചേ நம்ம விஜய்டா